ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ. മുൻപോട്ടു തന്നെ ഓടുന്നു എൻ ലഭിക്കും നിശ്ചയം എൻ വിരുദ്ധനിക്ക്. ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം 126 സങ്കീർത്തനം, അതിൻ്റെ 1, 2, 3 വാക്യങ്ങളാണ്. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പ് നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഇസ്രായേൽ ജനത്തിന് ഒരു വിടുതലും ഇനി ഇല്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു കാലം. പ്രവാസത്തിൽ ശത്രു എല്ലാം തകർത്ത് എല്ലാം നശിപ്പിച്ച് നിൽക്കുന്നൊരു കാലം. 4 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. പ്രവാസത്തിലുള്ളവർ പ്രവാസത്തിലേക്ക് പോയി, വാളിലുള്ളവർ വാളിലേക്ക് പോയി, ക്ഷാമത്തിലുള്ളവർ ക്ഷാമത്തിലേക്ക് പോയി, മരണത്തിനുള്ളവർ മരണത്തിലേക്ക് പോയി. പ്രവാസവും മരണവും ക്ഷാമവും വാളും നിമിത്തം ഇസ്രയേൽ എന്ന രാജ്യം തകർന്ന് തരിപ്പണമായി അവരുടെ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് തരിശു നിലങ്ങൾ പോലെ ഇരിക്കുമ്പോൾ ദൈവം അവരെ വീണ്ടും പ്രതീക്ഷയില്ലാത്ത ജനത്തെ മടക്കി വരുത്തി. ആ മടക്കി വരുത്തിയപ്പോൾ അവർ പറയാണ്, ഞങ്ങളിത് സ്വപ്നമാണോ കാണുന്നത്? എന്താ ഇതിൻ്റെ അർത്ഥം? സ്വപ്നം കാണുന്നത് പോലെ അത്ഭുതങ്ങൾ ദൈവം ചെയ്യുക. നമ്മൾ പറയത്തില്ലേ, ചില സമയത്തൊക്കെ പറയത്തില്ലേ, ഇത് സത്യമാണോടാ, സ്വപ്നമാണോ എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും നടക്കാത്ത കാര്യങ്ങൾ ദൈവം നടത്തും. ഇനി ഒരു മടങ്ങി വരവില്ല, ഇനി ഒരു വിടുതലില്ല, ഇനി ഒരു നല്ല ജീവിതമില്ല എന്ന് ചിന്തിച്ചിരുന്നപ്പോൾ കർത്താവ് ജനത്തെ മടക്കി വരുത്തിയപ്പോൾ പറയുകയാണ്, ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. ഇത് സത്യമാണോ, ഇത് മിഥ്യയാണോ, ഇത് സ്വപ്നമാണോ എന്ന് ചിന്തിക്കുന്ന നിലയിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. ഞാൻ ഈ വചനം പറയുമ്പോൾ ഇത് തന്നെ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകും. സ്വപ്നം കാണുന്ന പോലെയുള്ള അത്ഭുതങ്ങൾ ദൈവം നിങ്ങളുടെ ലൈഫിൽ ചെയ്യും. എന്നിട്ട് പറയുകയാണ്, അപ്പോൾ ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്തു. എന്നും കണ്ണുനീരും നിലവിളിയും എന്നും ദുഃഖവും മുറവിളിയുമായി നിങ്ങളുടെ ജീവിതം തീരത്തില്ല. നിങ്ങളുടെ വായിൽ ചിരി ദൈവം തരും. ആമേൻ. നിങ്ങളുടെ നാവിന്മേൽ ആർപ്പ് ദൈവം തരും. സ്തോത്രം. ഇന്ന് ഈ വചനം ഏറ്റെടുത്തോണം. യഹോവ നിങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്യും. നിങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്യുമ്പോൾ ജാതികൾ പറയും, കണ്ടോ ആ വ്യക്തിയിൽ ദൈവം ചെയ്ത വൻ കാര്യങ്ങൾ. അനേകർക്ക് ആശ്ചര്യപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ദൈവം ചെയ്യാൻ പോകുകയാണ് എന്ന് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പ്രവചിക്കുന്നു. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുകയാണെന്ന് ഈ വചനത്തിലൂടെ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളുടെ വായിൽ ചിരിയും നിങ്ങളുടെ നാവിൽ ആർപ്പും ദൈവം തരാൻ പോകുകയാണ്.
അനേകർക്ക് സാക്ഷിയാകുന്ന നിലയിൽ, അത്ഭുതം എന്ന നിലയിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. വചനം എഴുതി വച്ചിരിക്കുന്നു. ദൈവം മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാട്ടുപാടാൻ, ചിരിക്കാൻ, സന്തോഷിപ്പാൻ ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. ഒന്നുകൂടെ പറയാം, പാട്ടുപാടാൻ, സന്തോഷിക്കാൻ, ചിരിക്കാൻ ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. എന്നിട്ട് എൻ്റെ താഴേക്ക് നമ്മളെയൊക്കെ ഒത്തിരി ബലപ്പെടുത്തിയൊരു വചനം കൂടെ പറയുകയാണ്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഈ ജനം ഇങ്ങനെ തകർന്നു കിടന്നപ്പോൾ അവരൊരു മടങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിച്ച കരഞ്ഞൊത്തിരി പേരുണ്ട്. ഇസ്രയേലിന്റെ ഒരു മടങ്ങി വരവിന് വേണ്ടി മൊട്ടക്കുന്നുകളിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ച കരഞ്ഞൊരു മനുഷ്യൻ യിരെമ്യാവ്. അദ്ദേഹം പറയാണ്, എൻ്റെ കണ്ണിനെ ഒരു നീരൊഴുക്കാക്കി, എൻ്റെ തലയെ വെള്ളവും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൻ്റെ ഉറവയമാക്കണം, എനിക്ക് കരയണം. ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ 21 ദിവസം മാറിയിരുന്ന് പ്രാർത്ഥിക്കുക. ഞാൻ പറയാണ്, പല സമയങ്ങളിൽ വലിയ വിടുതലുകൾ ദൈവം ചെയ്യുമ്പോൾ അവിടെയെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയുണ്ട്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞു വിതച്ചുകൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്ന് ആർത്തുകൊണ്ട് വരുന്നു. ദൈവാത്മ പറയുന്നു, നിന്റെ വിതകളെല്ലാം കൊയ്യുവാൻ സമയമായിരിക്കുന്നു. അതുകൊണ്ട് നന്മ വിതയ്ക്കുക, സ്നേഹം വിതയ്ക്കുക, വചനം വിതയ്ക്കുക. ആമേൻ. അനുഗ്രഹം വിതയ്ക്കുക. ആമേൻ. സ്തോത്രം. ആമേൻ. ദൈവകൃപ അനേകർക്ക് പ്രയോജനമുള്ളത് വിതയ്ക്കുക. നിന്റെ വിതകളെല്ലാം കൊയ്ത്തുകളായി തിരിച്ചു വരുന്നു. ആമേൻ. ഇന്നത്തെ ദിവസം ഈ വചനം നിങ്ങളോട് സംസാരിക്കുകയാണ് കേട്ടോ. സ്വപ്നം കാണുന്ന പോലത്തെ വിടുതലുകൾ ദൈവം തരും. നിങ്ങളെ നോക്കി പറയും, വൻ കാര്യങ്ങൾ ദൈവം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു വിത നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു കൊയ്ത്ത് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ആർപ്പോടെ കൊയ്യും. യെസ്. ഈ വചനത്തെ കണ്ണുമടച്ച് വിശ്വസിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുപ്പാ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായി സ്തോത്രം ചെയ്യും. യേശു, ഞങ്ങൾക്ക് ആർപ്പോടെ കൊയ്യുവാനുള്ള ദിവസങ്ങൾ ഞങ്ങൾക്ക് മുമ്പിൽ അങ്ങ് ഒരുക്കിയിരിക്കുന്നതിന് സ്തോത്രം ചെയ്യും. സ്വപ്നം കാണുമ്പോൾ അത്ഭുതങ്ങളും വൻകാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യുന്നതിന് നന്ദി പറയും. സ്തുതികളെ കർത്താവ് ഞങ്ങളുടെ ഉള്ളത്തിൽ അങ്ങ് നൽകുന്നതിന് നന്ദി പറയും. സന്തോഷവും സ്തുതി ആർപ്പിലായാലും ഞങ്ങളെ നിറയ്ക്കുന്നതിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെ അനുഗ്രഹിക്കും. നന്മ വിതപ്പാൻ, ദൈവസ്നേഹത്തെ വിതപ്പാൻ കർത്താവ് അങ്ങ് ഞങ്ങളെ സഹായിക്കണം. കർത്താവ്, വലിയൊരു കൊയ്ത്തിനായി ഞങ്ങളെ ഒരുക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന വ്യക്തികളെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നിങ്ങളുടെ സൗഖ്യത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കളുടെ സൗഖ്യത്തിനായും ആരോഗ്യത്തിനായും സമൃദ്ധിക്കായും ഇവർക്കൊരു അത്ഭുതകരമായ വിടുതലിനായിട്ടും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ രോഗം യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ആ ക്ഷീണം യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർ സൗഖ്യമാകട്ടെ. അവൻ്റെ അടിപ്പിണരാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശു മൂലമുള്ള സൗഖ്യം ഈ മക്കളുടെ മേൽ വെക്കുന്നു. ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം ചെലവഴിക്കാം. കർത്താവ് കൂടെയുണ്ട്. ശലോം.